അല്ലയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അല്ലയുണ്ടെങ്കിലുണ്ട് സർവവും, ഇല്ലെങ്കിലൊന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എള്ളിലെണ്ണ പോൽ കള്ളിലേറി പോൽ പാലിൽ വെണ്ണ പോൽ നിന്നിലും ഉള്ള റബ്ബിനെ മറ്റെവിടെയും തെണ്ടി നേരം കൊല്ലണ്ടടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗമാണല്ലാഹ് നരകമല്ലടോ, സ്വർഗമാണല്ലാഹ് നരകമല്ലടോ. സ്നേഹമാണവനറിയടോ, സ്വർഗത്തെ നീനെ നരകമാക്കുന്ന നീതിശാസ്ത്രങ്ങൾ പൊള്ളടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കള്ളുഷാപ്പിൽ നീ കേറിടാത്തത്, കള്ളുഷാപ്പിൽ നീ കേറിടാത്തത്, സ്വർഗക്കള്ളിന് കോതിച്ചിട്ടോ. പെണ്ണിനാലെ നീ നാറിടാത്തത്, ഹുറിമാരെ നീ നച്ചിട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ അല്ലയെ ഭയക്കേണ്ടടോ. ഉപ്പയെ പ്രിയം വെച്ച രീതിയിൽ അല്ലയെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നീയില്ലെങ്കിൽ പിന്നെന്തിനിങ്ങനെ മിഥ്യയിൽ രസിക്കുന്നടോ. ഉള്ളവനികനല്ലാഹ് മധുരിത കരുണക്കാടലെന്നോർക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് മുസ്തഫ ഉറക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ.
കുറച്ച് സമയം, നിങ്ങളെ വിലപ്പെട്ട സമയത്ത് നിന്ന് കുറച്ച് സമയം അല്ലാഹ് ഹബീബ് എന്ന് പറയുന്ന സ്നേഹത്തിലേക്ക് ക്ഷണിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ മടിയും വൽപ്പത്തരൊക്കെ ഒഴിവാക്കണം. ആ കവാടത്തിനുള്ളിലൊക്കെ ഉപേക്ഷിക്കണം. ഞാൻ വലിയ ആചാരാണ്, വലിയ മൂല്യരാണ്, വലിയ സംഭവമാണ്, ഭയങ്കര അറിയപ്പെട്ട, അതൊക്കെ പുറത്ത് നമ്മൾ പ്രേമിക്കാൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചുണ്ടുകളും കൽബും നമ്മുടെ ചിന്തയൊക്കെ ഒന്നിൽ മാത്രം കൊണ്ടുപോകണം. അതേതാണ്? അത് മുത്തു മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ. കടം, രോഗം, പ്രയാസം, ബുദ്ധിമുട്ട് എല്ലാറ്റിനും ചാവി ഇവിടുന്ന് കിട്ടും. ചാവി ആര് തരും? റബ്ബ് തരും. ആരെ മുന്നിൽ തരും? മുത്തു മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ. അങ്ങനെ കിട്ടൂല എന്ന് വിശ്വാസമുള്ളവരാരും ഇവിടെ ഇരിക്കൂല എന്ന് ഉറപ്പാണ്. അങ്ങനെ ഇവിടെ ഇരിക്കില്ല. അതുകൊണ്ട് കൽബ് അങ്ങോട്ട് തുറന്ന് നമുക്ക് രസിക്കാം. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അല്ലാഹ് 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 പോരാ, ശബ്ദമൊന്നും പോരാ. നമ്മുടെ സദസ്സ് സാധാരണ മുന്നിരുന്നവർക്കൊക്കെ അറിയാം. അത് കേൾവിക്കാർ ബിസിയാവും. അങ്ങനെ ആവണം. കാരണം ഞങ്ങളത് കേൾക്കേണ്ട അവസ്ഥ നിങ്ങൾക്കില്ല. ഞങ്ങളെക്കാളും മെച്ചപ്പെട്ടവരാണ് നിങ്ങൾ. മഹാന സയ്യിദ വറവേഗ വരെ താഴ്ത്തായിരിക്കണത്. എന്നിട്ട് കറുപ്പിട്ട് ഞങ്ങൾ മേലിരുന്നത് കറുപ്പിട്ടിരിക്കണം എന്തിനാണെന്നറിയോ? ഞങ്ങൾ നോക്കണ്ടോ, ഞങ്ങൾ മോശക്കാരെന്ന് അടയാളപ്പെടുത്താനാണ് കറുപ്പിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരുമിച്ച് പാടിയാൽ ഒരു കബൂലത്തുണ്ട്. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഉറക്കൻ അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹ് 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 അഖില ചരാചര സൃഷ്ടാവ് അതിലലിയും ഞങ്ങൾ ഇൻസാന്. അഖില ചരാചര സൃഷ്ടാവ് അതിലലിയും ഞങ്ങൾ ഇൻസാന്. അഹദും ഖാലിഖുമായോനെ എൻ ഹൃദയമറിയും പെരിയോനെ. അഹദും ഖാലിഖുമായോനെ എൻ ഹൃദയമറിയും പെരിയോനെ. നീയല്ലാതെ ആരാണ്? അല്ലാഹ് നീയല്ലാതെ ആരാണ്? അല്ലാഹ് 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 അല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് അക്ലാ ഇലാഹ ഇല്ലല്ലാഹ്. കളവ് നിറഞ്ഞൊരു ദുനിയാവ് അതിൽ ഖദർ ധരിച്ചവൻ നേതാവ്. കളവ് നിറഞ്ഞൊരു ദുനിയാവ് അതിൽ ഖദർ ധരിച്ചവൻ നേതാവ്. ഖദർ കുറിക്കും പാന്താവ് അതിൽ ഖദം പിടിച്ചവൻ ജേതാവ്. ഖദർ കുറിക്കും പാന്താവ് അതിൽ ഖദർ പിടിച്ചവൻ ജേതാവ്. കനവിൽ വിരിയും കലമിൽ നിറവും കരുണ കടലേ നീയാണ്. അല്ലാഹ് നീയല്ലാതെ ആരാണ്? അല്ലാഹ് 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 അല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് അക്ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ണും കാതും കേട്ട ഹറാമുകൾ കൊണ്ട് നിറഞ്ഞവനാണല്ലാഹ്. കണ്ണും കാതും കേട്ട ഹറാമുകൾ കൊണ്ട് നിറഞ്ഞവനാണല്ലാഹ്. ഖൽബിൽ കിബ്റിൻ കൂരിരുൾ കൊണ്ട്
കൊണ്ട് നിന്നെ മറന്നവനാണല്ലാ. നാളെ ഖബറിൽ ആറടി മണ്ണിൽ ഗുണതരുവാനായാരാണ് അല്ലാ, നീയല്ലാതെ ആരാണ്? അല്ലാ അല്ലാ അല്ലാഹ് حسبي ربي جل الله الله ما في قلبي غير الله نور محمد صلى الله لك لا إله إلا الله. നൂറിൽ നൂറാമീമിൻ നൂറും നേരും നാഥൻ നീയാണ്. നൂറിൽ നൂറാമീമിൻ നൂറും നേരും നാഥൻ നീയാണ്. മീമിൻ നൂറില്ലെത്തിയില്ലെങ്കിൽ ഖൽബിൻ്റെ ഉള്ളിലിരുട്ടാണ്. മിന്നൂറിലെത്തിയില്ലെങ്കിൽ കൽബിനുള്ളമിരുട്ടാണ്. മീമെ തേടി പോകാനായാൽ ഉള്ളം മുഴുവൻ നീ മാത്രം അല്ല, നീ മാത്രം അത് നീ മാത്രം. അല്ലാ അല്ലാ അല്ലാഹ് അല്ലാ 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 അല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ما في قلبي غير الله نور محمد صلى الله لك لا إله إلا الله. മുഹമ്മദ് മുസ്തഫ ഉറക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ. ആ ഹബീബ് എന്ന് പറയുന്ന ലഹരി, ആ രസം, അതിനെ ഹയാത്താക്കലല്ലാതെ ഒരു മനുഷ്യൻ വിജയിക്കുന്നില്ല. എങ്ങനെയാണ് രാജാധികാരിയായ തമ്പുരാന്റെ മുന്നിൽ ഒരു അടിമ യോഗ്യനാവുന്നത്? ഒറ്റ കാരണം കൊണ്ടാണ്, അവൻ എത്രത്തോളം ഹബീബിനോടുള്ള അനുരാഗമുണ്ട്. മുത്തു മുഹമ്മദ് മുസ്തഫ ഉറക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ. ഹബീബ് ഖൽബിലില്ലാത്ത ആരാണ് രക്ഷപ്പെട്ടത്? ഹബീബ് ഖൽബിലില്ലാത്ത ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ല, രക്ഷപ്പെടുകയുമില്ല. ആണ് എന്റെ പ്രത്യേകത. ഹബീബ് ഖൽബിൽ ഉണ്ടായിരിക്കെ ഒരാൾ പോലും പരാജയപ്പെട്ടിട്ടില്ല, പരാജയപ്പെടുകയുമില്ല. അല്ലാഹു തആല അതിലേക്ക് നമ്മളെ ചേർക്കട്ടെ. ഹബീബ് എന്ന് പറയുന്ന അനുരാഗം, ഹബീബേ അങ്ങ് ഞങ്ങളുടെ റൂഹാണ്, റൂഹിന്റെ റൂഹാണ് മുത്തേ മുത്തു മുഹമ്മദ് മുസ്തഫ. റൂഹിന്റെ റൂഹേ നൂറേ നൂറിലും നൂറേ റൂഹേ റൂഹിന്റെ റൂഹേ നൂറേ നൂറിലും നൂറേ റൂഹേ റൂഹിന്റെ റൂഹേ നൂറേ നൂറിലും നൂറേ ഇഷ്കിന്റെ ബഹറേ ഇഖ്ലാസിൻ ഖദിരേ ഖദറേത് തീർന്നാലും തീരാത്ത ഖദറേ ബശറാരും ചൂടാത്ത താജാർന്ന ഖദറേ എങ്ങനെ ഞാൻ എഴുതും അങ്ങയെ എങ്ങനെ ഞാൻ പുകഴ്ത്തും റൂഹേ റൂഹിന്റെ റൂഹേ നൂറേ നൂറിലും നൂറേ റൂഹേ റൂഹിന്റെ റൂഹേ നൂറേ നൂറിലും നൂറേ. പാലൊളിച്ചേലുള്ള ഈമാൻ തുളുമ്പുന്ന അബൂബക്കർ സിദ്ദീഖോരും പാവനദീനിന്റെ പതരാത്തൊരായുധം ഉമർ ഇബ്നുൽ ഖത്താബോരും പാലൊളിച്ചേലുള്ള ഈമാൻ തുളുമ്പുന്ന അബൂബക്കർ സിദ്ദീഖോരും
കുശിയാലലയുമ്പോൾ വല്ലാത്തൊരു കാഴ്ച കണ്ട് പാരിന്നിദാനമാം എൻ്റെ ഹബീബുള്ള വിശന്ന് വലയുന്നുണ്ട്, വെളിയിലലയുന്നുണ്ട്. കോടാനുകോടി സ്വലാത്തുകൾ ചൊന്നാലും കടപ്പാട് തീരുകില്ല. ആ ത്യാഗ ജീവിതം അർഹിക്കും അതൊന്നും ആർക്കും കഴിയുകില്ല, ആർക്കും കഴിയുകില്ല. റൂഹേ റൂഹിൻ്റെ റൂഹേ, നൂറേ നൂറിലും നൂറേ. റൂഹേ റൂഹിൻ്റെ റൂഹേ, നൂറേ നൂറിലും നൂറേ. ഇഷ്കിൻ്റെ ബഹറേ, ഇഖ്ലാസിൻ ഖദിറേ, ഖദറേത് തീർന്നാലും തീരാത്ത ഖദറേ. ബശറാരും ചൂടാത്ത താജാർന്ന ഖദറേ. എങ്ങനെ ഞാൻ എഴുതും അങ്ങയെ, എങ്ങനെ ഞാൻ പുകഴ്ത്തും. റൂഹേ റൂഹിൻ്റെ റൂഹേ, നൂറേ നൂറിലും നൂറേ. റൂഹേ റൂഹിൻ്റെ റൂഹേ, നൂറേ നൂറിലും നൂറേ. മുത്തു മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ. ആ ഹബീബിന് സർവ്വം സമർപ്പിക്കാനുള്ള പാഠാണ് ഈ മജ്‌ലിസിൽ തരാനുള്ളത്. അവരുടെ കൽബറിഞ്ഞിട്ട് പിഷ്കൊക്കെ ഒഴിവാക്കി ഒന്ന് കൂടി തരാം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. എന്തെങ്കിലും നേർച്ച ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടെങ്കിൽ അത് നേർച്ചാക്കിയിട്ട് അല്ലെങ്കിൽ അത് ഖൽബിൽ നിയത്താക്കി പാടിക്കോളൂ. എന്തുണ്ടെങ്കിലും ഫലം ഉണ്ടാവും. കാരണം ഹബീബിനെ കിട്ടാനുള്ള മാർഗ്ഗമാണ് പാടാൻ പോകുന്നത്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അത് പ്രധാനപ്പെട്ട മാർഗ്ഗമാണ്. അത് കിട്ടാത്തത് കൊണ്ടാണ് അതിലേക്ക് അടുക്കണം. അള്ളാന്റെ ഹബീബിനെ കിട്ടണമെങ്കിൽ ഹബീബിനെ സ്നേഹിച്ചവരെ സ്നേഹിക്കണം എന്നുള്ള വസീൽ അല്ലെങ്കിൽ ആ റൂട്ട് അത് മറന്നതുകൊണ്ടാണ് പലർക്കും പഴച്ചു പോയത്. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അതിന് വലിയൊരു കുറച്ച് ഔലിയാക്കന്മാരെ പറഞ്ഞിട്ട് നമ്മൾ പാടാൻ പോകണം. അവിടെ ഉറക്കനെ നല്ല കൽബർ എന്തെങ്കിലും മുറാദുണ്ടെങ്കിൽ മറ്റു ചിന്തകളൊക്കെ ഒഴിവാക്കി ഞാൻ പാടിക്കൂടാ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇലാഹിയത്തെന്ന ജമാലിയത്ത് ഇടോ വല്ലം ഹോ കമാലിയത്ത്. ഇഖ്ലാസിൻ ത്വരീഖത്ത് ഇദാമത്തിൽ മുഹബ്ബത്ത്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അഖിലുൽ ബദർ റളിയല്ലാഹ്, അവർ സർവം ഇലാഹില്ല. സുബർഗത്തെ കൊതിച്ചില്ല, ഹബീബരെ വീട്ടൊഴിഞ്ഞില്ല. അബൂബക്കർ റളിയല്ലാഹ്, ഉമർ ദീനർ തെളിമുല്ല. ഉസ്മാനോർ വടിജല്ല, അലി
لكل حيدر رضي الله صلاة الله سلام الله رسول الله صلاة الله سلام الله على ياسين حبيب الله أهمي كان بسم الله أقم بوكان صلاة الله أدل كون صحاب الله حمزة طورنم الله بلال പ്രേമത്തേനാറിൽ വിരുദ്ധം കഴവരും ഇഷ്കിൽ ബിഹസാൻ സാബിതും ഖൽബിൽ വിരിച്ചനുരാഗ പൂങ്കാറ്റിൽ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് മുത്തിന്നൂറിലാറാടി മുളയ്ക്കും ഇഷ്കിൻ പൂവാടി റിഫാടി ശൈഖിൻ മാർഗം പിടി മുഹിയുദ്ദീനുൽ ശൈഖിൻ പടി വലിയുൽ ജാനി അബ്ബാസി വമർദൂഷുൻ ഹലർ പൂശി വലിയുൽ ജാനി അബ്ബാസി വമർദൂഷുൻ ഹലർ പൂശി വടി പൂസൂരിയോർ പാശി വണക്കം മീമിനന്നാശി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് അജ്മീർ ഖാജരിഷ്കേഗി വഴി ഉസ്മാനുൽ ഖാറൂനി വലി ജുനൈദുൽ ബഗ്ദാദി വമൻസൂറുൽ ഹല്ലാജി മനസാമമ്പുരം തന്നിൽ മടവൂരും മനം മീമിൽ മനസാമമ്പുരം തന്നിൽ മടവൂരും മനം മീമിൽ മഞ്ഞക്കുള്ളോ വലിയ ഹാലിൽ മുഹമ്മദ് യാ റസൂലൂരിൽ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് മഖ്ദൂമർ ഖലം ചൊല്ലി മധുർമി മിൻ രസം ചാർത്തി ബഹർ നീന്തി ജമല്ലേലേ വരക്കൽ തങ്ങൾ വടികാട്ടി ശംസുൽ ഉലാ മദീ മൗലാ വലിയുല്ലാഹ് ശംസുൽ ഉലമ റളിയല്ലാഹ് മദീ മൗലാ വലിയുല്ലാഹ് ഖുതുബി വാ സദഖത്തുല്ലാഹ് സയ്യിദ് ബാഫഖി ഹരിമുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സുജായി വലി കുഞ്ഞായി സുഹബത്ത ഖലം സൂഫി കടവാ വൈദ്യരും കേവേ ഗുണം കുടിച്ച മസ്താനി ഉമർ പുലവർ ഖാഹിരി ഉമർ ഖാദി കം സൂഫി ഫനായിലാട തൃപനചി ഹബീബി യാ മുഹമ്മദി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്
റളിയല്ലാഹ് ഖിളർ നബി അലൈഹി സലാമുല്ല അംബിയ മുർസലോരെല്ലാം മലായികത്തേറെ വരുന്നല്ല ഇതല്ലാതെ നെടോ ജന്ന വരുമുല്ലേ കുളിർത്തുന്ന അനുരാഗത്തടിയിൽ ഹന്ന ഹബീബേ യാ റസൂലല്ലാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് അലാ യാസീൻ മുത്തു മുഹമ്മദ് മുസ്തഫ ഉറക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ. എത്ര പേർക്ക് അവരവരറിയുന്ന മഹാന്മാരുടെ പേര് കേട്ട സമയത്ത് കൽബിനൊരു കുളിര്, ഒരു ആനന്ദം തോന്നിനാലും അവർക്കൊക്കെ അവിടെ മദതുണ്ട്. അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. എത്ര പേർക്ക് ഉറക്കം വന്നു, കൂട്ടുവായ വന്നു, അല്ലെങ്കിൽ ഒഫലത്ത് വന്നു എന്ന് മനസ്സിലാക്കുക. ഒന്നിക്കൽ കിബിറുണ്ട് അല്ലെങ്കിൽ സിഹറുണ്ട്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അത് വെറുതെ പറയല്ല, അത് വെറുതെ പറയല്ല. അതിന് നല്ല ബഹൂർ ഇങ്ങനെ പുകച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല അടിപൊളി ഊത്, നല്ല ലക്ഷക്കണക്കിന് രൂപയുടെ ഊതിന്റെ മരം ഇങ്ങനെ പുകയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മണക്കുണ്ട്, ഒരാൾക്കും മണക്കണില്ല. അതിനർത്ഥം ഊത് മോശം എന്നല്ല, മൂപ്പർക്ക് മൂക്കടപ്പുണ്ട്. ആണോ അല്ലേ? നിങ്ങൾ സമ്മതിക്കാണോ അല്ലേ? നമുക്ക് ഇതാവാക്കാത്ത ഊതിന് എന്താ കടം വീടാത്തത്? അർറഹ്മാൻ ഓതിയിട്ട് വീട്ടിലെന്താ സമാധാനം ഇല്ലാത്തത്? യാസീൻ ഓതിയിട്ട് എന്താ മുറാദ് ഹാസിലാവാത്തത്? ഖുർആൻ കേടുന്നിട്ടാ അല്ല, ഊതിന് നമ്മുടെ കൽബ് കേടുന്നു. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷെ ഒന്ന് നമ്മുടെ കയ്യിൽ, അത് മുഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ലഭിക്കും, അല്ലെങ്കിൽ എല്ലാം ഖറാബായി മടങ്ങും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. മദീനത്തു പോവാൻ ആർക്കും പറ്റും, ഹബീബിനെ പാടാൻ പറയാൻ ആർക്കും പറ്റും. പവറല്ല, പക്ഷെ കൽബിലേക്ക് കൊണ്ടിടാൻ എല്ലാവർക്കും കഴിയില്ല. അതിന് ഒരേ ഒരാൾക്കേ കഴിയുള്ളൂ. അള്ളാഹ് തൗഫീഖ് കൊടുത്തവർക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അങ്ങനത്തെ ഒരാൾ മരിച്ചാലും മരിച്ചില്ലേലും, കടമാണെങ്കിലും രോഗമാണെങ്കിലും പ്രയാസമാണെങ്കിലും എന്ത് ടെൻഷൻ, അവന്റെ കാര്യം നോക്കാൻ ഹബീബില്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് കാലങ്ങളോളം ക്യാൻസർ ഉണ്ടായി നടന്നിട്ടും ആ മനുഷ്യൻ അസഹ്യമായ വേദന ഉണ്ടായിട്ടും പാതി മാത്രം താടി, ഓപ്പറേഷന് വേണ്ടിയിട്ട് താടി പൗതി മാത്രം വടിച്ചിട്ടും ബാക്കി താടിയിട്ട് ആ മനുഷ്യൻ നടന്നു. വലിയുള്ളായി അത്യുപറ്റ അല്ലാഹു തആല അവിടെ ദർജറ്റി കൊടുക്കട്ടെ. എന്തേ ടെൻഷൻ ഉണ്ടാവാത്തതിന് കാരണം കൽബിൽ ആരാണ്? മുത്തു മുഹമ്മദ് മുസ്തഫ. നമുക്ക് വണ്ടിയുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, എല്ലാ സൗകര്യവും, ഒരു രോഗമില്ല, പക്ഷെ നമുക്ക് ടെൻഷനാ. കാരണം നമ്മളെ കയ്യിൽ ആരില്ല? മുത്തു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുത്തെന്ന് പറയുന്ന അനുരാഗം കൽബിലിടാത്തൊരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു വാപ്പ, ഒരു മകൻ, ഒരു ഉമ്മ, പ്രിയപ്പെട്ട ഒരാൾ നമുക്കുണ്ടായിട്ട് എന്ത് കാര്യം? ഹബീബ് ഉണ്ടെങ്കിൽ അതുപോലെ മുത്തു മുഹമ്മദ് മുസ്തഫ. സ്നേഹലോകം കേൾക്കണേ, അനുരാഗകാലം അറിയണേ, അത് നൂറിൻ ജീവിതകാലമേ. യാ നബി നബി നബി, യാ നബി നബി, യാ നബി നബി നബി, യാ നബി നബി, യാ നബി നബി നബി, യാ നബി നബി, യാ നബി നബി നബി, യാ നബി. സ്നേഹലോകം കേൾക്കണേ, അനുരാഗകാലം അറിയണേ, അത് നൂറിൻ ജീവിതകാലമേ. സ്നേഹലോകം കേൾക്കണേ, അനുരാഗകാലം അറിയണേ, അത് നൂറിൻ ജീവിതകാലമേ. കരള് പിടയുന്ന കാഴ്ചകൾ, മനസ്സ് നീറും ഓർമ്മകൾ, സഹന പർവം താണ്ടി മൂത്തിനെ തോളിലേറ്റി സുദീഖവർ. ഇരുളിൽ ഭീകരവാറിന് വിഷം തീണ്ടിയ നോവിന്
പതക്കുന്ന മണലില് കിടത്തി മേനിയിൽ തുളയ്ക്കുമ്പോൾ സുമയ്യ ബീവി കരഞ്ഞത് പ്രിയ ഹബീബിന് വേണ്ടിയാ. കഴുത്തിൽ തൂക്കുകയറിന് പിടയും നേരം ഹുബൈബര് ചിരിച്ചതിൻ്റെ ഹബീബിനായൻ ജീവൻ നൽകണ ഫർഹിലായി. കവചമേകിയ മേനികൾ ഉഹുദിൽ പകുത്തത് പ്രാണനായി. നബിക്ക് നേർക്കൊള്ളമ്പുകൾ ഏറ്റുവാങ്ങിയ പ്രണയമായി. അവർക്ക് വേണ്ടത് സ്നേഹമാ, അവരെ ലോകം ഹബീബനാ, അവർക്ക് നൂറിന് ജീവനാ. യാ നബി 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 യാ നബി നബി യാ നബി 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 യാ നബി നബി യാ നബി 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 യാ നബി നബി യാ നബി 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 യാ നബി. സ്നേഹലോകം കേൾക്കണേ, അനുരാഗകാലം അറിയണേ, അത് നൂറിൻ ജീവിതകാലമേ. സ്നേഹലോകം കേൾക്കണേ, അനുരാഗകാലം അറിയണേ, അത് നൂറിൻ ജീവിതകാലമേ. യാ നബി 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 യാ നബി നബി യാ നബി 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 യാ നബി നബി യാ നബി 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 യാ നബി നബി യാ നബി 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 യാ നബി. മുഹമ്മദ് മുസ്തഫ ഉറക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ. അവരും ആഗ്രഹിച്ച പോലെ നമുക്കും വേണ്ടത് ആരെന്നെയാണ്? ഹബീബ് തന്നെയാണ്, മുത്തു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കൽബിന്റെ എല്ലാ തലത്തിലും ഹബീബിനെ കൊണ്ട് ഹയാത്താക്കാൻ കഴിയുക എന്നുള്ളത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അത് കാലത്ത് ഏറ്റവും കൂടുതൽ ഇല്ലാത്തതാണ്. ഞാനടക്കമുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ ഇല്ലാത്തതാണ്. എല്ലാം നമുക്ക് സൗകര്യം, പഠിക്കാനും പഠിപ്പിക്കാനും എന്തിനും സൗകര്യങ്ങളുണ്ട്. സൗകര്യമില്ലാത്ത ഹബീബിനോട് പ്രേമം ഉണ്ടാക്കുന്ന സൗകര്യമില്ല. കാരണം എന്താ? എല്ലാറ്റിൽ നിന്നും അത് ഉണ്ടായിരിക്കേണ്ടതാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ ഉറക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ കൽബിൽ അതുണ്ടായാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയാൾ നടന്നാലും ഇരുന്നാലും അയാൾ മരിച്ചാലും ഹയാത്തിലുണ്ടെങ്കിലും ഏതവസ്ഥയിലും അവനൊന്നു മാത്രം അവൻ മന്ത്രിച്ചു കൊണ്ടിരിക്കും മദീന. അവനൊന്നും മദീനന്റെ ആളാവും മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കൽബറിഞ്ഞ് മദീനന്റെ പാട്ടാൻ പാടാം. കൽബറിഞ്ഞ് കൂടിത്തരാം. കുറയ്ക്കാം. മദീന 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 മദീന. ഇതൊരു പിശുക്ക മദീനയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സംഗതിയാണ് പാടാൻ പോണത്. ഏറ്റവും കൂടുതൽ നമുക്ക് താല്പര്യമുള്ളത്, ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകരിക്കേണ്ട ഒന്ന് നമ്മൾ ലോർത്ത് കൊടുക്കുന്ന ഉദാഹരണമാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ദിവസമാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും ആലോചിക്കും. നമ്മുടെ ലാസ്റ്റ് ദിവസം, നാളെ ഈ കൂടിയിരിക്കുന്ന ഞാനടക്കമുള്ള ഓരോരുത്തരും, അല്ലെങ്കിൽ ഞാൻ, അങ്ങനെ അവരവർ ചിന്തിച്ചാൽ മതി. ഞാൻ നാളെ ഈ സമയത്ത് ഖബറിലാവും റബ്ബേ എന്ന് വെറുതെ ആലോചിച്ച് നോക്കുക. അതിനപ്പുറത്തൊന്നുമില്ല. വെള്ളയും പുതിച്ച് നമ്മളെയും ഖബറിലേക്ക് കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരൊക്കെ അല്ലേ? എല്ലാ പ്രിയപ്പെട്ടവരും നേതാവാവും, സയ്യിദാവും, ഉസ്താദാവും, അല്ലെങ്കിൽ അറിയപ്പെട്ട ആളാവും, ആരാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയം കഴിഞ്ഞാൽ വെള്ളയിൽ പൊതിഞ്ഞിട്ട് പായൽ മടക്കിയിട്ട് മടക്കി അങ്ങോട്ട് കൊണ്ടുപോകും. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം ഹൃദയം പൊട്ടി അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിലെ തണ്ണിയെന്നില്ലാരെന്ന്, ഉലകത്തിലെ തണ്ണിയെന്നില്ലാരെന്ന്.
പരൻ വിധിച്ചുമ്മ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചയത്ത് നമുക്കുണ്ട് നാട്ടില്. കഥയെന്തെന്ന അറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടില്, ഖബറെന്ന ഭയങ്കര വീട്ടില്. പാപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ വീട്ടിലെ മക്കള് പറയുന്ന എന്റെ ഉപ്പച്ചിനെ കൊണ്ടുപോയി, എനിക്ക് ആരാ? ഞങ്ങൾ ഉസ്താദിനെ കൊണ്ടുപോയി, ഞങ്ങൾക്കാരാ? നേതാവിനെ കൊണ്ടുപോയി, ഞങ്ങളെ പാർട്ടിക്കാരാ? കൂട്ടുകാരനെ കൊണ്ടുപോയി, ഞങ്ങളെ ഗ്യാങ്ങിനാരാ? എന്റെ ഉമ്മാനെ കൊണ്ടുപോയി, ഞങ്ങൾക്കാരാ? അല്ലെങ്കിൽ എന്റെ ഭാര്യയെ കൊണ്ടുപോയി, എനിക്ക് ആരാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവർ വേദനിക്കും. ഒരാൾ പോലും പറയില്ല എന്റെ വാപ്പാനെ കൊണ്ടുപോയി, എന്റെ വാപ്പാക്കാരാ റബ്ബേ ഖബറിൽ കൂട്ടിന് ചോദിക്കൂല. അങ്ങനെ ചോദിച്ച് എത്ര മക്കൾ ഈ സദസ്സിലുണ്ട്? അത്ര മക്കളുടെ വാപ്പമാരെ ഖബറിൽ കിടക്കണമെന്ന് ആലോചിച്ചു. എനിക്കിപ്പോ ഈ സദസ്സിലിരിക്കുമ്പോ മനോഹരമായ ലൈറ്റിന്റെ കൂട്ടത്തിൽ മനോഹരമായ ചെയറിലിരുന്ന് വലത്തും ഇടത്തും മുന്നിലും പിന്നിലൊക്കെ ആളുണ്ട് കാണാൻ. ഈ നട്ടപ്പാതിരിക്കും എന്റെ കൂടെ ആളുണ്ട്. എന്റെ ഖബറിൽ കിടക്കുന്ന എന്റെ ഉപ്പച്ചിക്ക്, എന്റെ ഉമ്മച്ചിക്ക്, എന്റെ പ്രിയപ്പെട്ട ആൾക്ക് ആരാണ് കൂട്ടിനെന്ന് ചിന്തിച്ച് എത്ര പേര് സദസ്സിലുണ്ട്? ഞാനല്ല അങ്ങനത്തെ. നമ്മൾക്ക് അവര് മറന്നുപോയി. ചിന്തിക്കണം, നാളെ നമ്മളെ നമ്മളെ പ്രിയപ്പെട്ടവർ മറക്കും. ഒന്ന് വെറുതെ ചോദിക്കുക, കൂട്ടുകാരെല്ലാം എവിടെ? പാപ്പാട് ചോദിക്കും, ഉമ്മാട് ചോദിക്കും, നമ്മൾ കൊണ്ടുപോയി മറയത് പോകുന്നവരുണ്ടല്ലോ അവിടെ ചോദിക്കും, കൂട്ടുകാരെല്ലാം എവിടെ? നാട്ടുകാരുണ്ടോ അവിടെ? ബന്ധക്കാരെല്ലാം എവിടെ? സ്വന്തക്കാരുണ്ടോ കൂടെ? പാരിടം വിട്ട് മേടയും വിട്ട് പെട്ടല്ലോ ഒറ്റക്കിരുളിൽ. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടേലിൽ നിന്നെയുമേറ്റി കൂട്ടിച്ചുമലാതിലേറ്റി കൂട്ടത്തിൽ നിലവിളി പൊട്ടി. ഒരു ദിനമുണ്ടൊരു യാത്ര, തിരമടക്കമില്ലാത്ത യാത്ര. കഥയല്ല, നമുക്ക് നാളെ സംഭവിക്കാനുള്ളതാ. എത്ര പേർക്ക് പറയാൻ പറ്റും? നമ്മൾ വന്ന വണ്ടിയുടെ വാറണ്ടി പറയാൻ പറ്റും, 5 കൊല്ലം കൂടിന്റെ വണ്ടിക്ക് വാറണ്ടി എന്ന് പറയാം. നമ്മളെ കയ്യുടെ ഫോണിന്റെ വാറണ്ടി പറയാൻ പറ്റും, എല്ലതും പറയാം. എത്ര പേർക്ക് പറയാൻ പറ്റും? നാളെ ഞാൻ ഉണ്ടാവുന്ന വാറണ്ടി പറയാൻ പറ്റും എത്ര പേരുണ്ട്? ഞാനടക്കം ഇല്ല. ഇത് നമ്മുടെ ലാസ്റ്റ് ദിവസമാണ്, ലാസ്റ്റ് ചാൻസ് ആണ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ അത്തരം ഒരു സമയം ചെലവഴിക്കണം. അതുകൊണ്ട് ഖബറിൽ ആരുണ്ടെങ്കിലും ഖബറിൽ ആരില്ലെങ്കിലും കൂട്ടിന് വരാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ചാരത്തിരിക്കാൻ, പ്രകാശം പരത്താൻ, വെളിച്ചം തരാൻ രാജാധികാരിയായ തമ്പുരാൻ ആർക്കെങ്കിലും അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരാൾക്കാണ്, മുത്തു മുഹമ്മദ് മുസ്തഫ. മരിക്കുന്ന സമയത്ത് ഒരു റൂഹിനെ പിച്ച് ചീന്തി വലിച്ച് കീറിയെടുക്കുന്ന സമയം മസ്റായിൽ അലൈഹിസ്സലാം ഉപയോഗപ്പെടുത്തുന്ന നേരം, മസ്റായിലെ എല്ലാം പിടിച്ചോട്ടാ, ഇതെനിക്ക് വേണ്ടി ഉറക്കൊഴിച്ച ആളാണ്, എന്നെ സ്നേഹിച്ച ആളാണെന്ന് പറഞ്ഞിട്ടും ആർക്കെങ്കിലും വരാൻ കഴിയുമെങ്കിൽ അതും ഒരേ ഒരാൾക്ക്, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത്, മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഖൽബിൽ എന്ത് പാടില്ല? ഗഫലത്ത് പാടില്ല, ചങ്ക് പൊട്ടിപ്പാട്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. മദീന 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 മദീന. ഈ മദീന പാട്ടിന് മാത്രം നമുക്ക് എണീറ്റുന്നാലോ? കാലിന് പ്രയാസമില്ലാത്തവര് അല്ലെങ്കിൽ മടി കുട്ടികളില്ലാത്തവര് മാത്രം എണീറ്റുന്നാൽ മതി. സ്ത്രീകളടക്കം ഒന്ന് എണീറ്റുക, എന്തിനു മുറാദ് മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്ക് ഇതേ ഉള്ളൂ, ഇതല്ലാത്തൊന്നും ഉണ്ടാവില്ല. ഈ വലിപ്പത്തരം ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് മാഞ്ഞു പോകും, ഒരു സംശയമില്ല. എല്ലാവർക്കും അറിയാം. നമ്മളെ എന്താ പറയാ, പുളിയാക്കി കൊണ്ടുനടക്കാനും വലിയ ആളെന്ന് പറയാനൊക്കെ ആളുണ്ടാവും. അതൊക്കെ തീരും. ഏറിപ്പോയ നമ്മളെ കൂർക്ക് അത്രയും സ്ഥാനം ആലോചിച്ചാൽ മതി. നമ്മൾ എത്ര പേരെ ഇത്ര ദിവസത്തിലുള്ള ഊർജ്ജം ആലോചിച്ചാൽ മതി, അത്രേ ഉള്ളൂ.
അതുകൊണ്ട് ഖൽബറിഞ്ഞ് പാടും. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഉറക്കൻ അല്ലാഹു തആല കബൂലാക്കട്ടെ. മദീന 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 മദീന. ബേക്കുന്ന ശബ്ദം കുറവാണ്. ഉറക്കെ പാടിത്തരി. ഞാൻ പറയല്ലോ, ഇതല്ലാത്തൊരു മാർഗം നമുക്ക് രണ്ട് ലോകത്തുണ്ട് എന്ന് ഉറപ്പുള്ളവർക്ക് പാടണ്ട. എല്ലാത്തിനും പാടിക്കും, ഒരു സംശയമില്ല. നമ്മളൊക്കെ മരിച്ചോക്കണം. നമുക്കൊരു ഹയാത്തിൽ ഈ സൗകര്യത്തിൽ മദീന പാടാൻ മടിയാണെങ്കിൽ ഈ മദീനയുടെ രാജകുമാരന്റെ ഇസ്മിലൂടെ നമുക്ക് വന്നുപോയിട്ടുള്ള ദിക്ർ ചെല്ലാൻ നമുക്ക് എങ്ങനെയാണ് മരിക്കുന്ന സമയത്ത് പറ്റും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഈ മക്കളെ കണ്ടിട്ട് ഈ നേതൃപദവി കണ്ടിട്ട് ഈ പൊലിമ കണ്ടിട്ട് അഹങ്കരിക്കാൻ നോക്കണ്ട. ഖബറിൽ എല്ലാവരും മണ്ണിൽ വെച്ചു പോരും, ഒരാളുണ്ടാവില്ല. ഒരു സംശയമില്ല, ഒരാളുണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ ഒരേ ഒരാൾ, മുത്തു മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ. മദീന 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 മദീന. എൻ്റെ പ്രാണനാണു മദീന, എൻ്റെ പ്രേമമാണു മദീന. എൻ്റെ പ്രാണനാണു മദീന, എൻ്റെ പ്രേമമാണു മദീന. എൻ്റെ പ്രതീക്ഷയും മദീന, മദീന 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 മദീന. അണയാൻ കൊതിക്കും മണ്ണ് ഒവിടം കണ്ടെങ്കിൽ കണ്ണ്. അണയാൻ കൊതിക്കും മണ്ണ് അവിടം കണ്ടെങ്കിൽ കണ്ണ്. എൻ്റെ ആശയാണു മദീന, എൻ്റെ ശ്വാസമാണു മദീന. എൻ്റെ ആശയാണു മദീന, എൻ്റെ ശ്വാസമാണു മദീന. എൻ്റെ വിശേഷവും മദീന, മദീന 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 മദീന. സിദ്ദീഖുറങ്ങും ചാരേ ഉമറും മരികിലില്ലേ. സിദ്ദീഖുറങ്ങും ചാരേ ഉമറും മരികിലില്ലേ. ഒന്ന് കാണണം മദീന, കണ്ണ് നിറയുവാൻ മദീന. 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 കൊതി തീരുമോ മദീന, മദീന 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 മദീന. എൻ്റെ പ്രാണനാണു മദീന, എൻ്റെ പ്രേമമാണു മദീന. എൻ്റെ പ്രാണനാണു മദീന, എൻ്റെ പ്രേമമാണു മദീന. എൻ്റെ പ്രതീക്ഷയും മദീന,
ദേശം മദീന മുഹബ്ബത്ത് വാണം മദീന മുത്തിന്റെ ദേശം മദീന മുഹബ്ബത്ത് വാണം മദീന മദിയേ കൊതി മദീന 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 എന്റെ പ്രാണനാണു മദീന എന്റെ പ്രേമമാണു മദീന എന്റെ പ്രാണനാണു മദീന എന്റെ പ്രേമമാണു മദീന എന്റെ പ്രതീക്ഷയും മദീന 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 മുത്തു മുഹമ്മദ് മുസ്തഫ ഉറക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ ആ ഹബീബ് എന്ന് പറയുന്ന രസം അതിനെ എത്ര വർണ്ണിച്ചാലും അല്ലെങ്കിൽ അവിടത്തോടുള്ള അനുരാഗത്തിന് എത്രത്തോളം ആഴിലേക്ക് ഇറങ്ങിച്ചെന്ന് പറഞ്ഞാൽ തീരൂല. അതിന്റെ ആഴം അത്രത്തോളാണ്. അതെങ്ങനെ അങ്ങനെയായി എന്നുള്ള ചോദ്യം നമുക്ക് അവകാശം, നമുക്കൊറ്റ അവകാശം മാത്രമുണ്ട്. നമ്മൾ അവിടുത്തെ ഉമ്മത്ത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള എല്ലാവരേക്കാൾ കൂടുതൽ നമുക്കുള്ള പ്രത്യേകതയും അത് തന്നെയാണ്. നമ്മളെ ഹബീബിന്റെ ഉമ്മത്താണ് മുത്തു മുഹമ്മദ് മുസ്തഫ. അവിടത്തോടുള്ള പ്രേമം ഹയാത്താക്കി കഴിഞ്ഞാൽ, ആ സ്നേഹം ഹയാത്താക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നിധി ഏതാണ്? അതിനെ ഹയാത്താക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിട്ടെന്ന് ഭാഗ്യം തരട്ടെ. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്ന മീമേ ഉപദേശമോ സലാമിൻ കലാമേ ഉപലോകവും വാഴ്ത്തും നബി കരീമേ സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസഹിബിൽ മദീന സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസഹിബിൽ മദീന ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്ന മീമേ ഉപദേശമോ സലാമിൻ കലാമേ ഉപലോകവും വാഴ്ത്തും നബി കരീമേ അങ്ങയെ എങ്ങനെ ചന്ദ്രനോടുപമിക്കും തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നൂറിനൊരൽപമല്ലേ അങ്ങയെ എങ്ങനെ ചന്ദ്രനോടുപമിക്കും തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നൂറിനൊരൽപമല്ലേ സ്വർഗത്തിൻ സൗന്ദര്യം പോലും റസൂലിന്റെ പരിശുദ്ധിയിൽ നിന്നോരംശമല്ലേ പ്രപഞ്ചത്തിൻ പ്രഭയാകെ കടമെടുത്തല്ലോ ഹബീബേ അങ്ങയിൽ നിന്നും ഹബീബേ അങ്ങയിൽ നിന്നും സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസഹിബിൽ മദീന സല്ലല്ലാഹു
പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്ന മീമേ ഉപദേശമോ സലാമിൻ കലാമേ ഉപലോകവും വാഴ്ത്തു നബി കരീമേ അമൂല്യമാണിക്യം മരതകരത്നങ്ങൾ അവിടുത്തെ ശോഭയിൽ ജ്വലിച്ചതല്ലേ അനേകമാമർവാകും അംലാക്കും ജിന്നിൻസും അവിടുത്തെ മുഹബത്തിൽ ലയിച്ചതല്ലേ അമൂല്യമാണിക്യം മരതകരത്നങ്ങൾ അവിടുത്തെ ശോഭയിൽ ജ്വലിച്ചതല്ലേ അനേകമാമർവാകും അംലാക്കും ജിന്നിൻസും അവിടുത്തെ മുഹബത്തിൽ ലയിച്ചതല്ലേ ഖൽബിലും ലിസാനിലും ഐനിലും ഫിക്റിലും ഖാതിം റസൂലിന്റെ സ്മരണയല്ലേ പ്രപഞ്ചത്തിൻ പ്രഭയാകെ കടമെടുത്തല്ലോ ഹബീബേ ഞങ്ങളിൽ നിന്നും ഹബീബേ ഞങ്ങളിൽ നിന്നും അലാ സയ്യിദിന വസ്വാഹിബിൽ മദീന അലാ സയ്യിദിന വസ്വാഹിബിൽ മദീന ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്ന മീമേ ഉപദേശമോ സലാമിൻ കലാമേ ഉപലോകവും വാഴ്ത്തു നബി കരീമേ ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്ന മീമേ ഉപദേശമോ സലാമിൻ കലാമേ ഉപലോകവും വാഴ്ത്തു നബി കരീമേ അലാ സയ്യിദിന വസ്വാഹിബിൽ മദീന അലാ സയ്യിദിന വസ്വാഹിബിൽ മദീന അലാ സയ്യിദിന വസ്വാഹിബിൽ മദീന മുത്ത് മുഹമ്മദ് മുസ്തഫ ഉറക്കെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്ഥിരമായി ഹബീബിനെ കണ്ടിരുന്ന ഒരു മനുഷ്യൻ ഹബീബിന്റെ ഖുറാന്റെ ഓത്തൊക്കെ കേട്ടിട്ട് ഒളിച്ചിരുന്നവരെ ഖുറാന്റെ ഓത്ത് കേട്ട മനുഷ്യൻ ഏറ്റവും കൂടുതൽ അധപ്പതിച്ച ഒരാളായി മാറിയില്ലേ ആരാണ് അബൂജാഹിൽ അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ എന്നാൽ ഒരു തവണ പോലും ഹബീബിനെ നേരിട്ട് കാണാത്തൊരു മനുഷ്യൻ ഒരു തവണ പോലും ഹബീബിനെ നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല ഉമ്മയുടെ അസുഖം കാരണം ഖിദ്മത്ത് ചെയ്യേണ്ട സാഹചര്യത്തിൽ ആ മനുഷ്യൻ അങ്ങോട്ട് ലയിച്ചുപോയി ഹബീബിന്റെ അടുത്തേക്ക് വരും പക്ഷെ കഴിയില്ല കാണാനുള്ള സാഹചര്യം ഉണ്ടായില്ല രണ്ട് തവണ വന്നപ്പോൾ കാണാൻ പറ്റിയതില്ല പക്ഷെ എന്നിട്ടും ആ മനുഷ്യനെ കണ്ടിട്ട് ദുആ ചെയ്യിപ്പിക്കാൻ അല്ലാഹു തആല ഏൽപ്പിക്കപ്പെട്ടു സയ്യിദുന ഉമർ എന്നവരെയും അലിയാരൻ റളിയല്ലാഹു അൻഹു ആരാണ് ഏൽപ്പിക്കുന്നത് സുമ്മറുല്ലാഹു നബി بكر وعن عمري وعن علي وعن سبحان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وبن عوف العشير الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ഉമർ എന്നവരുടെ തന്റെ ഭരണകാലത്ത് ഉംറയ്ക്ക് വന്നിരുന്ന ആളുകളോട് ചോദിച്ചു യമൻ എന്ന് പറയുന്ന പ്രവിശ്യയിലെ ഖറൻ എന്ന് പറയുന്ന ദേശത്തുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ കുറച്ചു പേര് എണീറ്റുന്നു അപ്പൊ അവിടുന്ന് ചോദിച്ചു നിങ്ങൾക്ക് ഉവൈസ് എന്ന് പറഞ്ഞ ആളറിയോ അപ്പൊ പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യൻ വെള്ളപ്പാണ്ടൊക്കെ ഉണ്ടായി ഉണങ്ങിയ മാറിയ ആളാണോ അതെ അപ്പൊ പറഞ്ഞു ആ മനുഷ്യനെ ഞങ്ങൾക്ക് അറിയാം
നിങ്ങളെപ്പോലൊരു മാന്യൻ അന്വേഷിക്കാൻ അത്രയും ഒരു ദറജയുള്ള മനുഷ്യനൊന്നുമില്ലല്ലോ. അതൊരു ഭ്രാന്തനാണ്. കോവർ കൈഡിയുടെ മൂത്രം മണക്കുന്ന അങ്ങാടിയിലൂടെ പാട്ടും പാടി അലക്ഷ്യമായി ഓടി നടക്കുന്ന മനുഷ്യനെയാണോ യാ ഖലീഫ ഉമർ നിങ്ങൾ അന്വേഷിക്കുന്നത്? നിങ്ങളെപ്പോലെ വലിയ മാന്യനൊന്നുമല്ലല്ലോ. അപ്പൊ വീണ്ടും ഉമർ എന്നവർ ചോദിച്ചു, എനിക്ക് അദ്ദേഹത്തെ കാണാം. അപ്പൊ അവര് വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഈ പറയപ്പെടുന്ന മനുഷ്യൻ ഞങ്ങളെ മക്കൾ അയാളെ കാർക്കിച്ച് തുപ്പലുണ്ട്, കല്ലെറിഞ്ഞോട്ടിക്കാറാണ് പതിവ്. അപ്പൊ പറഞ്ഞു വീണ്ടും ഉമർ എന്നവർ പറഞ്ഞു, എനിക്ക് ആ മനുഷ്യനെ കാണണം. അങ്ങനെ ഉവൈസ് എന്നവരെ കാണാൻ നിൽക്കാനുള്ള സാധ്യതയുള്ള മലമുകളിലേക്ക് വിരൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് താഴെ അലിയാർ തങ്ങൾ ഉമർ എന്നവർ ഉറക്കെ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പോ ഒരു അരണ്ട ശബ്ദത്തിൽ ഒരു മനുഷ്യൻ സലാം അടക്കം നേരെ താഴേക്ക് ഓടി വന്നിട്ട് അവിടുന്ന് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞങ്ങൾ മദീനത്ത് നിന്നവരാണ്. ഇത് കേട്ടപാട് ആ മനുഷ്യൻ ധൃതിപ്പെട്ട് താഴേക്ക് ഓടി വന്നുകൊണ്ട് ഒരൊറ്റ ചോദ്യം, നിങ്ങൾ എന്റെ ഹബീബിനെ കണ്ടവരാണോ? മുത്തു മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ. ഹബീബിനെ കണ്ടവരെ കണ്ടാൽ കറനങ്ങാടിയിൽ പോയിട്ട് ചോദിക്കും, ഇന്നാരെങ്കിലും മദീനത്ത് നിന്നവരുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഹൽ മിൻ മദീന, ഞങ്ങൾ മദീനക്കാരാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓടിപ്പോയിട്ട് ആ മനുഷ്യൻ കൺതടം ചുംബിക്കുമായിരുന്നു. ഹബീബിനെ കണ്ട് എന്ന് പറഞ്ഞാൽ മുത്തു മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഹബീബിനെ കണ്ട കണ്ണുകളെ ചുംബിച്ചിരുന്ന മനുഷ്യനാണ്. നേരെ ഉമർ എന്നവരും അലിയാർ തങ്ങളും അവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങളെ ഹബീബ് വഫാത്താവണ മുമ്പ് നിങ്ങളെ കയ്യിൽ ഒരു വിരിപ്പ് നിങ്ങൾ കേൾപ്പിക്കാൻ ഒരു വിരിപ്പ് ആയിഷമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തരാൻ വന്നതാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. ആ വിരിപ്പ് ഹബീബിന്റെ കയ്യിൽ ആ വിരിപ്പ് ഉമർ എന്നവര് ഉവൈസ് എന്നവർക്ക് കൈമാറുമ്പോഴേക്കും ഉവൈസ് എന്നവർ ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ്. പിന്നീട് അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ധൃതിപ്പെട്ട് മലയുടെ മുകളിലേക്ക് ഉവൈസ് എന്നവർ ഓടി. പുറകെ അലിയാർ തങ്ങൾ ഉമറന്നവരും പൊട്ടിക്കരഞ്ഞു ഓടിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? സുജൂദിൽ കടന്നുകൊണ്ട് ഹബീബ് തന്നിലേക്ക് കൈമാറ്റപ്പെട്ട ആ വിരിപ്പിനെ മുതുകിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉവൈസ് പറയുകയാണ്, നീ അറിഞ്ഞു മണ്ണേ, എന്നെ നാട്ടുകാരെല്ലാം ഭ്രാന്തനാണെന്ന് മുദ്ര കുത്തിയപ്പോഴും പരിഹസിച്ചപ്പോഴും തള്ളിക്കളഞ്ഞപ്പോഴും എന്നെ എന്റെ ഹബീബ് സ്നേഹിച്ചിരിക്കുന്നു, എന്റെ പേര് പറഞ്ഞിരിക്കുന്നു, മുത്തു മുഹമ്മദ് മുസ്തഫ. ഈ വിശേഷം പോയിച്ചു ഉസ്മാൻ എന്നവർ കാത്തിരിക്കുന്നു. ഉസ്മാൻ എന്നവരോട്, ഉസ്മാൻ എന്നവർ അലിയാർ തങ്ങളോടും ഉമർ എന്നവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉവൈസിനെ കണ്ടോ? അലിയാർ തങ്ങൾ കരയാൻ തുടങ്ങി. പിന്നീട് ഉമർ എന്നവർ കരച്ചിൽ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ കണ്ടു ഉസ്മാൻ. എങ്ങനെയുണ്ട് ആ മനുഷ്യൻ? വലിയൊരു മനുഷ്യൻ, ഒരു ഭ്രാന്തരൂപം. ആ മനുഷ്യൻ സംസാരിക്കുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടിയടിക്കുന്നുണ്ട്. ഉടനെ ചോദിച്ചു, ആ മനുഷ്യർക്ക് അത്രയും പ്രായമായിട്ടുണ്ടോ? പ്രായമായതല്ല ഉസ്മാൻ, ഉഹദിൽ ഹബീബിന്റെ പല്ല് പൊട്ടി എന്ന് കേട്ടപ്പോഴേക്കും കല്ലെടുത്തുകൊണ്ട് മുഴുവൻ കുത്തിപ്പൊട്ടിച്ച മനുഷ്യനാണ് ആ മനുഷ്യനെന്ന് പറഞ്ഞു സ്വഹാബാക്കൾക്കിടയിൽ പൊട്ടിക്കരച്ചിലിന്റെ കണ്ണീരിന്റെ പേമാരി പെയ്യിച്ച മനുഷ്യൻ, അനുരാഗത്തിൽ പിടുത്തം കിട്ടാത്ത മനുഷ്യൻ സയ്യിദുന ഉവൈസ്. ഒരു കാഴ്ച ഹബീബിനോട് ഹബീബ് ഉവൈസ് എന്നവരുടെ ദറജ പറഞ്ഞു കേട്ടപ്പോ ചോദിച്ചു, എനിക്ക് ആ മനുഷ്യനെ കാണാൻ ഭാഗ്യം കിട്ടു ഹബീബേ. അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഉവൈസിനെ കാണണമെങ്കിൽ നാളെ സ്വർഗത്തിൽ എന്റെ അടുത്തിരിക്കുന്നത് കാണാൻ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. മുത്തു മുഹമ്മദ് മുസ്തഫ സ്ഥിരമായി കണ്ട ലഅനത്തുല്ലാഹി അബൂജാഹിലിനെ കിട്ടാത്തത്, ഒരു തവണ പോലും നേരിട്ട് കാണാത്ത, ഒരു തവണ പോലും ആ തണൽ, ഒരു തവണ പോലും നേരിട്ട് ആ സുഗന്ധം അനുഭവിക്കാത്ത ഉവൈസിനെ എങ്ങനെ കിട്ടി? അതിനൊറ്റ കാരണമേ ഉള്ളൂ, അത് എല്ലാറ്റിനും പുറമെ ഹബീബിനെ പ്രേമിച്ചു പോയി മുത്തു മുഹമ്മദ് മുസ്തഫ. കറനങ്ങാടിയിൽ വരും കരൾ പൊട്ടിയയാൾ ചോദിക്കും, മദീനക്കാരുണ്ടോ? മദീനക്കാരുണ്ടോ? അത് കേട്ടവരിൽ പൊടിയും അനമിൽ മദീന പറയും. അന്നേരോ വാരി ഉണരും, ആ കൺതടം ചുംബിക്കും. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഇൽ അബ്ദാഹി വൽ ഹബീബ്
النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي അരങ്ങാടിയിലെ വരും കരൾ പൊട്ടിയയാൾ ചോദിക്കും മദീനക്കാരുണ്ടോ മദീനക്കാരുണ്ടോ അത് കേട്ടവരിൽ മൊഴിയും മനവിൽ മദീന പറയും അന്നേരം വാരി പുണരും ആ കൺതടം ചുംബിക്കും ഇതെന്തൊരു ഇശ്ഖാണ് ഇശ്ഖിൽ സ്വയം മൗത്താണ് 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 മറ്റുള്ളവർ കഴിച്ചതിൽ നിന്ന് എച്ചിൽ തിന്നു മറ്റുള്ളവർ കഴിച്ചത് വലിച്ചെറിഞ്ഞ് എച്ചിൽ പോയി തിന്നു നായും ഉവൈസ് എന്നവർ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചിരുന്നു നമ്മൾ ചിന്തിച്ചു നോക്കി എച്ചിൽ തിന്നിട്ട് പറയായിരുന്നത്ര പടച്ചോനെ നാളെ പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി കടന്നു മരിച്ചവരുടെ പ്രയാസപ്പെടുന്നവരുടെ മേലുള്ള ചോദ്യം ഉവൈസിനോട് ചോദിക്കരുത് കേട്ടോ ഉവൈസ് എച്ചിലേ തിന്നിട്ടുള്ളൂ ആ ചോദ്യം പേടിച്ചിട്ടല്ല അത്രയും ചോദ്യത്തിന്റെ താമസം എനിക്ക് എന്റെ ഹബീബിനെ കാണാനുള്ള ദൂരമാകുമോ എന്ന് ഞാൻ ഭയക്കുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ എന്നിട്ട് നല്ല ഭക്ഷണം എടുത്തിട്ട് കാക്കകൾക്ക് എറിഞ്ഞു കൊടുക്കും ആൾക്കാർ ചോദിക്കും ഉവൈസ് എനിക്ക് വിരാന്താണോ അപ്പൊ മനുഷ്യൻ ചിരിക്കും എന്തിനാണ് കാക്കകൾക്ക് എറിഞ്ഞു കൊടുത്തത് കാക്കകൾക്ക് ആയുസ് കൂടുതലാ ഇതിലേതെങ്കിലും ഒരു കാക്കന്റെ ഹബീബിനെ കണ്ടവരാണെങ്കിലോ മുത്തു മുഹമ്മദ് മുസ്തഫ ഇതെന്തൊരു ഇശ്ഖാണ് ഇശ്ഖിൽ സ്വയം മൗത്താണ് ഇതെന്തൊരു ഇശ്ഖാണ് ഇശ്ഖിൽ സ്വയം മൗത്താണ് കാണാൻ ഫക്കീറാണ് കാണാൻ ഫക്കീറാണ് കാണാൻ ഫക്കീറാണ് കാണാൻ ഫക്കീറാണ് കരടിനകം നബിയാണ് അസ്സലാത്തു അലൻ നബി والسلام على رسول الشفيع الأبطحي والحبيب العربي قرنങ്ങാടിയിലെ വരും കരൾ പൊട്ടിയയാൾ ചോദിക്കും മദീനക്കാരുണ്ടോ മദീനക്കാരുണ്ടോ അത് കേട്ടവരിൽ മൊഴിയും അനമിൻ മദീന പറയും അന്നേരോ വാരി പുണരും ആ കൺതടം ചുംബിക്കും അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطحي والحبيب العربي ഭ്രാന്തരെന്ന് പറഞ്ഞു മുദ്ര കുത്തിയിട്ട് ആ മനുഷ്യൻ ഇത്ര വിജയിച്ചു മുഹമ്മദ് മുസ്തഫ നമ്മൾ വലിയ ബുദ്ധിമാന്മാരെ നടന്ന നമ്മുടെ കഥ എന്താവും നമുക്ക് നേരം വെക്കുന്ന ഒരു കൂട്ടത്തിലുണ്ടാവും നാളെ ഒരുപാട് പരിപാടി ഉണ്ടാവും നമുക്കൊക്കെ നേരം വെക്കുന്ന നാളെ ഒരുപാട് ഏർപ്പാടുകൾ ഒരാൾക്കാർ പോയി ഇനി ഒരാൾക്ക് കുറച്ച് ഏർപ്പാടൊക്കെ ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇന്നങ്ങനെ നമ്മൾ മരിക്കണമെങ്കിൽ നമ്മുടെ ഏർപ്പാടൊക്കെ നമ്മൾ ജോലിയൊക്കെ എന്ത് കാര്യം എത്ര പേർക്ക് പറയാൻ പറ്റും എനിക്ക് എൻ്റെ കുട്ടി മതി ഞാൻ രക്ഷപ്പെടും എന്ന് പറയാൻ പറ്റും എത്ര പേര് കൂട്ടത്തിലുണ്ട് എൻ്റെ ഭാര്യ മതി ഞാൻ രക്ഷപ്പെടും എൻ്റെ മക്കള് മതി എൻ്റെ ഭർത്താവ് മതി അല്ലെങ്കിൽ എൻ്റെ അവള് മതി എൻ്റെ കൂട്ടുകാരൻ മതി ഞാൻ രക്ഷപ്പെടും പറയാൻ പറ്റും എത്ര ആൾക്കാർ കൂട്ടത്തിലുണ്ട് ഞാൻ അടക്കാം നമ്മളെ കഥ എന്താ
നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളെല്ലാം നേടി, ഒന്നും നേടിയിട്ടില്ല മുത്തു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഹബീബിന്റെ കൂടെ യുദ്ധങ്ങളിൽ ഏറെ പങ്കെടുത്ത, ഹബീബിന് വേണ്ടി വിരിപ്പ് കടന്ന മനുഷ്യൻ, ഹബീബിന് വേണ്ടി വിരിപ്പിലങ്ങട് കടന്നു. ശത്രുക്കള് വീട് വളഞ്ഞപ്പോ വെട്ടാനായിട്ട് വാളോങ്ങിയ വീടിന്റെ അകത്തേക്ക് കയറും. ആ കയറിയ സമയത്ത് ഹബീബിന് വേണ്ടി വിരിപ്പിലങ്ങട് കടന്നു കൊടുത്തു. ഒന്ന് വിരിപ്പ് പൊന്തിച്ചു നോക്കാതെ വിട്ടാണെങ്കിൽ എന്നെ കൊന്നോട്ടെ എന്ന നിലക്ക് കടന്നു കൊടുത്ത അലിയാര്, സയ്യിദുനാ അലിയാര്. ചിന്തിച്ചു നോക്കി, ആ മനുഷ്യൻ വരെ, ആ മനുഷ്യനെ ഉമർ എന്നവരെ അടുപ്പിച്ച് നിർത്തിയിട്ടാണ് ഹബീബ് പറഞ്ഞത്, എന്റെ ഉവൈസിനെ കണ്ടുപോയി ദുആ ചെയ്യിപ്പിച്ചോണ്ട് കേട്ടോ. അപ്പൊ ദറജ എത്ര ഒന്ന് പ്രേമാണോ മുത്തു മുഹമ്മദ് മുസ്തഫ. ഈ പാട്ട് കേട്ടിട്ടും ചിരിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ വഫലത്തായവരുണ്ടോ, കരഞ്ഞവരുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ ചരിത്രം കേട്ടിട്ട് കണ്ണിന്ന് വെള്ളം നിറയാത്ത കണ്ണാണെങ്കിൽ ഈ കണ്ണിനെ എങ്ങനെയാണ് മദീന കാണാൻ യോഗ്യത ഉണ്ടാവും? അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ചില്ലറ വർത്താനല്ല, അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഹബീബേ, നിങ്ങളെ പ്രേമിച്ചതിന്റെ പേരിൽ, നിങ്ങളോടുള്ള അനുരാഗം പറഞ്ഞതിന്റെ പേരിൽ, അതിനെ ഹയാത്താക്കിയതിന്റെ പേരിൽ, അതിനെ മുദ്രകുത്തിയതിന്റെ പേരിൽ എത്ര ഭ്രാന്തെന്ന് വിളിച്ചാലും ഞങ്ങൾക്കൊരു തിരക്കടില്ല ഹബീബേ. ഞങ്ങളെ കൽബിൽ നിങ്ങൾ മാത്രമാണ് മുത്തേ മുത്തു മുഹമ്മദ് മുസ്തഫ. ആ വിളി ആദ്യം കേട്ടതാരാണ്? ഖുവൈലിദിന്റെ മകൾ 100-ലേറെ ഒട്ടകത്തിന്റെ മുതുകിൽ അതിലേറെ സ്വർണ്ണ നാണയത്തിന്റെ കിടികൾ കെട്ടി നിറച്ച് കൊണ്ടുപോയാലും തീരാത്ത അത്രത്തോളം സ്വത്തും മുതലുള്ള ഖുവൈലിദിന്റെ മകൾ, ഞങ്ങളുടെയൊക്കെ ഉമ്മയായ, ദീനിൽ അങ്ങയോട് കൂടെ ആദ്യമായി ദീനിലേക്ക് പ്രവേശിക്കപ്പെട്ട ജബലന്നൂരിൽ നിന്ന് ഓടി വന്നപ്പോ ആ അമ്മയുടെ അഭയം കൊടുത്ത ഉമ്മ സ്ത്രീ, അങ്ങയുടെ പ്രിയപ്പെട്ട ഖദീജ ഉമ്മയല്ലേ ആ പേര് കേട്ടത്? എന്തേ കേട്ടത്? ഖദീജ, എനിക്ക് പിരാന്താണോ? ഒരു ഫക്കീറിനാണ് ഈ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ 100-ലേറെ ഒട്ടകത്തിന് അറുത്ത് സദ്യ ഒരുക്കിയിട്ട് മനോഹരമായ ഒരു ഉയരത്തിലേക്ക് കയറിയിരുന്നിട്ട്, എന്റെ സ്വത്തെല്ലാം എന്റെ ഭർത്താവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ഹബീബിന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ഇനി നിങ്ങൾ പരിഹസിച്ചോളി. മുതലാളിയായ മുഹമ്മദ് ഫക്കീറായ ഖദീജയെ കല്യാണം കഴിച്ചത് പരിഹസിച്ചോളി എന്ന് പറഞ്ഞത് മുതൽ നിങ്ങൾക്ക് വേണ്ടി ഭ്രാന്തത്തി എന്ന് വിളി കേട്ടവരാണ് ഖദീജും. അല്ലാഹു തആല അവരെ ദറജേറ്റ് കൊടുക്കട്ടെ. അവരും പരാജയപ്പെട്ടിട്ടില്ല. ജബൽനൂറിലേക്ക് ജിബ്രീൽ വന്ന് പറഞ്ഞു, നബിയേ, ഖദീജമ്മക്ക് അല്ലാഹു സലാം അറിയിച്ചിട്ടുണ്ട് ട്ടോ. എന്തൊരു ഭാഗ്യം, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മുത്തേ, ഭ്രാന്തെന്ന് നിന്നച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബ് അങ്ങാണെന്റെ മുഹബ്ബത്ത്. കല്ലിനാലെറിഞ്ഞോട്ടെ, അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബ് അങ്ങാണെന്റെ മുഹബ്ബത്ത്. ഭ്രാന്തെന്ന് നിന്നച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. കല്ലിനാലെറിഞ്ഞോട്ടെ, അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. അലിമിൻ കണ്ണിലുള്ളത് ഫിഖിൻ ഹുക്കുമതാണ്, അശ്വിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിൻ തേനതാണ്. അലിമിൻ കണ്ണിലുള്ളത് ഫിഖിൻ ഹുക്കുമതാണ്, അശ്വിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിൻ തേനതാണ്. ഇഷ്കിന്റെ മധുലഹരിയിൽ ഇൽമതൊന്ന് ചേർന്നാൽ, ഇഷ്കിന്റെ മധുലഹരിയിൽ ഇൽമതൊന്നു ചേർന്നാൽ, ഇഷ്കും ഇൽമും പരമാനന്ദ കുളിർ, ഇഷ്കും ഇൽമും പരമാനന്ദ കുളിർ. ഭ്രാന്തെന്ന് നിനച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. കല്ലിനാലെറിഞ്ഞോട്ടെ, അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. ഇഷ്കുള്ളോർ പാടി പറയും ലഹരി മൂത്തതാലേ, കാണുന്നോരേറെ പറയും ഭ്രാന്ത് മൂത്തതാണേ. ഇഷ്കുള്ളോർ പാടി പറയും ലഹരി മൂത്തതാലേ, കാണുന്നോരേറെ പറയും ഭ്രാന്ത് മൂത്തതാണേ. ഇഷ്കുള്ളോർ കൂടിയിരിക്കും ലഹരി
കാണുന്നോരേറെ പറയും ഭ്രാന്ത് കൂട്ടരാണേ. ഇഷ്കുള്ളോർ കൂടിയിരിക്കും ലഹരി മൂത്തതാലേ, കാണുന്നോരേറെ പറയും ഭ്രാന്ത് കൂട്ടരാണേ. ഇഷ്കിന്റെ ആഴം അളക്കാൻ അളവ് കോലതെന്ത്, ഇഷ്കിന്റെ ആഴം അളക്കാൻ അളവ് കോലതെന്ത്. ഇഷ്കിന്റെ കണ്ണാലെ നോട്ടം അതല്ലാതെ, ഇഷ്കിന്റെ കണ്ണാലെ നോട്ടം അതല്ലാതെ. ഭ്രാന്തനെന്ന് നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബ് അങ്ങാണെന്റെ മുഹബ്ബത്ത്. കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബ് അങ്ങാണെന്റെ മുഹബ്ബത്ത്. ഭ്രാന്തെന്ന് നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. മുത്തു മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഒറ്റ തവസ് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു അല്ലേ? അവസാനിപ്പിച്ചൂടെ? നാളെ പരിപാടി ഇല്ലേ? ആ, നാളെ സലാത്ത് വാർഷികമുണ്ടോ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ഒന്ന് എണീറ്റ് അതിനൊന്നും എടുത്ത് അവിടെ ഇരിക്കുന്നവരൊക്കെ ഒന്നും വരും. പ്രയാസമില്ലെങ്കിൽ വരും. വലിയൊരു നിധിയാണ് അവസാനത്തെ അവസ്ഥയിൽ, ഒരു നിധിയാണ്. എന്ത് മുറാദ് വെച്ച് പാടിക്കുള്ളി ഫലം ഉണ്ടാവും. ഒന്ന് വരി, ഒന്ന് കയറിയിരിക്കുക. കാരണം എല്ലാറ്റിനും ആളെ കിട്ടും, എല്ലാറ്റിനും ആൾക്ക് വരാൻ കഴിയും. നമ്മളെല്ലായിടത്തും കൊടുക്കുന്ന ചെറിയ ഉദാഹരണമുണ്ട്. ഈ സദസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുത്തു മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുത്തു മുഹമ്മദ് മുസ്തഫ. ഹബീബിന്റെ സദസ്സിൽ ഒന്നിരിക്കണമെങ്കിൽ നമ്മളമ്പോ മോശക്കാരോ? പക്ഷെ ഇത് അള്ളാഹ് തെരഞ്ഞെടുത്തവർക്ക് മാത്രം വന്നിരിക്കാൻ പറ്റിയ സദസ്സ്. കാരണം ഇത് കബൂലിയത്തുള്ളൊരു സദസ്സാണ്. ഒരു സംശയമില്ല. അള്ളാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 ലക്ഷം റുപ്യ അല്ലെങ്കിൽ ഒരു 2 ലക്ഷം, ഒരു 3 ലക്ഷം റുപ്യൻ്റെ മൊബൈൽ ഫോണാണെന്ന് കൂട്ടിക്കോളി. 3 ലക്ഷത്തിൻ്റെ മൊബൈൽ ഫോൺ നമ്മളെ കയ്യിലുണ്ട്. നമ്മളത് കുട്ടികൾ കരഞ്ഞാൽ കൊടുക്കുമല്ലേ? കുട്ടികൾ കളിക്കാൻ കൊടുക്കുമല്ലേ? ഒന്ന് സമ്മതിക്ക് കൊടുക്കുമല്ലേ? കൊടുക്കും, സംശയമൊന്നുമില്ല. ഇനി ഒരു 10 കോടി റുപ്യൻ്റെ കാറുണ്ട് കൂട്ടിക്കോളി. അങ്ങനെ വണ്ടിയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കാർ നമ്മളെ കയ്യിലുണ്ടെന്ന് കൂട്ടിക്കോളി. ആ കാറ് കുട്ടി, നമ്മൾ ചെറിയ മക്കൾ എന്ത് ചെയ്യും? അതിൻ്റെ ചാവി കുട്ടികൾ നമ്മൾ കൊടുക്കൂലേ? കൊടുക്കും. അതിന് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തൂലേ? സംശയമൊന്നുമില്ല, ഇരുത്തും. എത്ര മുതലാളി നമ്മൾ ഇരുത്തും. എന്നാൽ നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ കയ്യിൽ, അല്ലെങ്കിൽ കുട്ടിയുടെ ഉമ്മാൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു സ്വർണത്തിൻ്റെ കമ്മലിൻ്റെ പൊട്ടുണ്ട്, ചെറിയ കഷ്ണമാണ്. അപ്പോൾ ഒരു 1/2 ഗ്രാം ഇട്ട് കൂട്ടി കുട്ടികളെ കയ്യിൽ കൊടുക്കൂല്ലേ? കൊടുക്കൂല്ലേ? എന്താ? അത് സ്വർണ്ണാണ്. എല്ലാറ്റിനും അള്ളാഹ് സമ്മതിക്കും, ഇതിനല്ല സമ്മതിക്കൂല. അള്ളാഹ് തിരഞ്ഞെടുക്കാത്തവരല്ലാതെ മുത്തു മുഹമ്മദ് മുസ്തഫ. അത് മൂല്യമുള്ള സാധന. ചിലരിങ്ങനെ ഒഴിഞ്ഞു. ഇനി പോയൊരു കുറ്റം പറഞ്ഞ് അർത്ഥം വെക്കണ്ട. ഞാൻ അങ്ങനെ പറയുന്നത്, ഞാനിവിടെ കൂടിയൊരു ദർജ പറഞ്ഞതാണ്, ഒരു സംശയമില്ല. ഇന്നിൻ്റെ വാട്സപ്പിൽ വേണം ഞാൻ കാണിച്ചത്. ഇന്നിൻ്റെ വാട്സപ്പിൽ ഉണ്ട് 12 കൊല്ലമായിട്ട് മക്കളില്ലാത്ത ഒരു സഹോദരി മെസ്സേജ് അയച്ചു. 12 കൊല്ലമായിട്ട് മക്കളെ സഹോദരി മെസ്സേജ് അയച്ചത്. ഞങ്ങൾ ലാസ്റ്റ് പോയ പരിപാടി, അവിടുന്ന് ആ പരിപാടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോയി ഒരു 2 മാസം മുന്നേ പരിപാടി കണ്ണൂർ ഭാഗത്തുനിന്ന്. ഇവിടെ ലൊക്കേഷൻ നോക്കിയില്ല, അതിലുണ്ടത്. 2-3 തവണ അബോഷനായി പോയതാണ്. മക്കളുണ്ടായിട്ടില്ല, ഒരു കുട്ടികളില്ല. എൻ്റെ ഫോണിൽ മെസ്സേജ് ഉണ്ട്. ഞാൻ ഇന്ന് ട്രെയിൻ വെച്ചു. ഇതുപോലത്തെ അവസ്ഥയിൽ ഒരു മുറാദാക്കി പറഞ്ഞതാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അല്ലാഹു തആല സലാമത്തായി കൊടുക്കട്ടെ. നല്ല സന്തോഷം പറഞ്ഞ മെസ്സേജ് അയച്ചു. അങ്ങനെ ഒരുപാടുണ്ട്. ഇത് ചെറുതാണ്, ആ വലുത് കുറേയുണ്ട്. അത് പാടുന്നവൻ്റെ പ്രത്യേകത അല്ല, പാടുന്നവന് ജാഹിലാണെന്ന് കറുപ്പുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. അപ്പം ഇഞ്ഞിൻ്റെ ഭാഗത്ത് കിടണ്ട സദസ് അങ്ങനെയല്ല. മുത്തു മുഹമ്മദ് മുസ്തഫ. കടം പ്രശ്നമുണ്ടോ ചോദിച്ചോളി, രോഗം ചോദിച്ചോളി, വീട് ഒക്കെ ചോദിച്ചോളി, പരിഹാരം ഉണ്ടാവും. കാരണം അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിപാടിയാണ് ഇവിടെ നടക്കാനുള്ളതെന്ന് തീരുമാനിക്കുന്നതോട് കൂടി തന്നെ ഇവിടെ തമ്പടിച്ച മലക്കളുണ്ടാവും, സംശയമില്ല. സ്വാലിഹായ ജിന്നുകളുണ്ടാവും, ഔദാലികളുണ്ടാവും. അങ്ങനെ തന്നെ ഉസ്താദെ, അങ്ങനെ കറക്റ്റാണ്, അങ്ങനെ തന്നെയാണ്, ഒരു സംശയമില്ല. അത് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ 100ാം വാർഷികത്തിന് പന്തലിട്ട പത്തിൽ എത്ര ഔലിയാക്കന്മാർ അവിടെ എത്തി. പരിപാടിക്ക് എത്തിയതാണോ? അല്ല, അവിടെ കുറ്റടിച്ചതുപോലെ ഔലിയാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ?
ഔലിയാക്കൾക്ക് അറിയാം ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങൾ അള്ളാഹു താല അവർ ദർജയിട്ട് കൊടുക്കട്ടെ, ആഫിയത്തോട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അവരെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ പോയൊക്കെ ഒരിക്കലും അറിയുന്നത് അവിടെ ഔലിയാക്കള് കുറ്റടിക്കണ മുതൽ ഔലിയാക്കൾ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇറങ്ങണേ മുന്നേ ആൾക്കാർ വരാണ്ട്, അപ്പോൾ അവിടെ പോയി തോരക്കാനാണ്. അപ്പൊ അതുപോലെ സദസ്സാണത്. കാരണം ഇത് ആരെ സദസ്സാണ്? മുത്തു മുഹമ്മദ് മുസ്തഫ. അവിടെ എന്ത് പ്രയാസം ചോദിച്ചോളൂ. അപ്പൊ അതിനെ ഒന്ന് അടുത്തേക്ക് വരാൻ പറഞ്ഞു. അടുത്ത് നിങ്ങൾ എന്ത് ചോദിച്ചോളി, പരിഹാരം ഉണ്ടോ. കൂടുതൽ ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ചൊക്കെ ഇപ്പോഴത്തെ കാലത്തുള്ള പ്രത്യേകതയാണ്. 2 കാര്യമുണ്ട്. ഒരാൾ എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല, മറ്റത് എപ്പോഴാണ് കേസിൽ കൂടുക എന്ന് പറയാൻ പറ്റൂല. അങ്ങനത്തെ സൊസൈറ്റി അപ്പോൾ അള്ളാഹു താല സലാമത്താക്കി തരട്ടെ. വല്ല മോശപ്പെട്ട കേസിൽ കൂടുകേണ്ട വിധി നമുക്കോ നമ്മുടെ മക്കൾക്കോ കുടുംബത്തിൽ ആർക്കും അല്ല എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടിയതിന് അക്ക ജാബർക്കുന്നു അള്ളാഹു താല അതൊക്കെ ബാത്തിലാക്കി കൊടുക്കട്ടെ. ഇനി അങ്ങനെ വല്ലതും നമ്മളെ പേരിൽ കുടുങ്ങിയതുണ്ടെങ്കിൽ അള്ളാഹു താല അത്ഭുതകരമായി അതിനെ മോചിപ്പിച്ചു തരട്ടെ. മറ്റൊരു കാര്യം, അറിയാതെ അടവുകൾ, വീട് ലോൺ എടുത്തവരുണ്ടാവും, വണ്ടി ലോൺ എടുത്തവരും സാഹചര്യം കൊണ്ട് അറിഞ്ഞിട്ട് പെട്ടുപോയതോ അള്ളാഹു താല അത്തരം പലിശയുടെ ഇടപാടുകളിൽ നിന്ന് എത്ര ലക്ഷം റുപ്യൻ്റെ ഇടപാടാണെങ്കിലും എത്ര പെട്ടെന്ന് അത്ര ലോക്കിൽ നിന്ന് അള്ളാഹു താല നമ്മളെ പൊട്ടിച്ച് പുറത്തടിച്ചു തരട്ടെ. അതിനൊക്കെ ഇതൊരു കാരണമാണ്. നമുക്ക് പെട്ടുപോയി അള്ളാഹ് ചോദിക്കാനേ പറ്റുള്ളൂ. ഹബീബിന്റെ മുന്നിൽ വെച്ച് അള്ളാഹ് തട്ടൂല. അള്ളാഹ് അത്ര ഇഷ്ടമാണ് മുത്തിനെ. മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മുത്ത് മുഹമ്മദ് മുസ്തഫ. അതൊക്കെ നേർച്ചയാക്കിയിട്ട് അങ്ങോട്ട് പാടി അള്ളാഹു താല ഏറ്റെടുക്കട്ടെ. മേലെ വാനം പൂത്ത ചന്ദ്രൻ എന്തിനാ, ഭൂമിയാകെ പൂക്കളുണ്ട് എന്തിനാ, ആ മദീന മാത്രം പോരെ, ആ മദീന മാത്രം പോരെ, ആ മദീന മാത്രം പോരെ സോദരാ, അതിനെ വെല്ലാൻ വേറെയുണ്ടോ സ്നേഹിത, അതിനെ വെല്ലാൻ വേറെയുണ്ടോ സ്നേഹിത. ചൊല്ലേ യാ നബി സലാം അലൈക്കും മർഹബാ, യാ റസൂൽ സലാം അലൈക്കും മർഹബാ, യാ ഹബീബ് സലാം അലൈക്കും മർഹബാ, സ്വലവാത്തുല്ലാഹി അലൈക്കും മർഹബാ. എവിടുക്കാണ് പിശുക്കണ കൊടുക്കുക ഉറക്കെ? എന്തിനാ പിശുക്കിട്ടെന്താ? ഇന്ന് ശബ്ദം അടയണം. നാളെ വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളോട് ചായ ചോദിക്കുമ്പോ ശബ്ദം ഉണ്ടാവരുത്. അപ്പൊ പെണ്ണുങ്ങൾ ചോദിക്കണം എന്താ ഇച്ചാ അങ്ങനെ ശബ്ദത്തിന് പറ്റിയത്? എടി നമ്മളെന്നല്ല ഹബീബിന് വേണ്ടി പാടിയില്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോ പെണ്ണുങ്ങൾക്ക് ശബ്ദം അടച്ചേ. അപ്പൊ ചോദിക്കാം എന്റെ ശബ്ദത്തിന് എന്ത് പറ്റി, ജലദോഷം പിടിച്ചോ? അതൊന്നുമല്ല കാക്ക, ഇന്നലെ നമ്മളെ ഹബീബിന്റെ പാട്ടോടെ എന്റെ ശബ്ദം ഉറക്കട്ട് ശബ്ദം അടഞ്ഞതാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പെണ്ണുങ്ങൾ നമ്മൾ പറയുമ്പോൾ എത്ര സന്തോഷം നമുക്കുണ്ടാവും, ഇതേ സന്തോഷം ഒരുക്കുണ്ടാവും. അതേപോലെ തന്നെ മക്കള്, നമ്മൾ ചെറിയ കുട്ടി സംസാരിക്കുമ്പോൾ ശബ്ദമില്ല, എന്ത് പറ്റിയാടാ എനിക്ക്, ഇന്നലെ പാടിയിലെ പെച്ചിയെ അങ്ങനെ ശബ്ദം പോയതാണ്, എന്ത് സന്തോഷം. അങ്ങനത്തെ ഒരു കുട്ടി പോരെ രക്ഷപ്പെടാൻ മുത്തു മുഹമ്മദ് മുസ്തഫ. യാ നബി സലാം അലൈക്കും മർഹബാ, യാ റസൂൽ സലാം അലൈക്കും മർഹബാ, യാ ഹബീബ് സലാം അലൈക്കും മർഹബാ, സ്വലവാത്തുല്ലാഹി അലൈക്കും മർഹബാ, സ്വലവാത്തുല്ലാഹി അലൈക്കും മർഹബാ. മൗത്തിന്നേരം ചാര വരണേ മർഹബാ, വേദനയ്ക്കും ശമനമാവാൻ മർഹബാ, മൗത്തിന്നേരം ചാര വരണേ മർഹബാ, വേദനയ്ക്കും ശമനമാവാൻ മർഹബാ. അങ്ങ് വന്നാലെന്ത് ഭയമാ മർഹബാ, അങ്ങ് വന്നാലെന്ത് ഭയമാ മർഹബാ, ആ ഹബീബേ മർഹബാ, ആ ഹബീബേ മർഹബാ. ചൊല്ലേ യാ നബി സലാം അലൈക്കും മർഹബാ, യാ റസൂൽ സലാം അലൈക്കും മർഹബാ, യാ ഹബീബ് സലാം അലൈക്കും മർഹബാ, സ്വലവാത്തുല്ലാഹി അലൈക്കും മർഹബാ,
ഹബീബേ മർഹബാ ഹബീബേ മർഹബാ ചൊല്ലേ യാ നബി സലാം അലൈക്കും മർഹബാ യാ റസൂൽ സലാം അലൈക്കും മർഹബാ യാ ഹബീബ് സലാം അലൈക്കും മർഹബാ സ്വലവാത്തുല്ലാഹി അലൈക്കും മർഹബാ സ്വലവാത്തുല്ലാഹി അലൈക്കും മർഹബാ മഅ്ശറിൽ തണിയങ്ങ് മാത്രം മർഹബാ അർശിൻ കുളിരിലുമങ്ങ് തന്നെ മർഹബാ മഅ്ശറിൽ തണിയങ്ങ് മാത്രം മർഹബാ അർശിൻ കുളിരിലുമങ്ങ് തന്നെ മർഹബാ അങ്ങ് രാജാവാണ് പൊന്നെ മർഹബാ അങ്ങ് രാജാവാണ് പൊന്നെ മർഹബാ ഹബീബേ മർഹബാ ഹബീബേ മർഹബാ ചൊല്ലേ യാ നബി സലാം അലൈക്കും മർഹബാ യാ റസൂൽ സലാം അലൈക്കും മർഹബാ യാ ഹബീബ് സലാം അലൈക്കും മർഹബാ സ്വലവാത്തുല്ലാഹി അലൈക്കും മർഹബാ സ്വലവാത്തുല്ലാഹി അലൈക്കും മർഹബാ ആസിറാത്തിൽ കൈ പിടിക്കാൻ മർഹബാ ഹൗലുൽ കൗസർ അതൊന്ന് തരുവാൻ മർഹബാ ആസിറാത്തിൽ കൈ പിടിക്കാൻ മർഹബാ ഹൗലുൽ കൗസർ അതൊന്ന് തരുവാൻ മർഹബാ എന്റെ സ്വർഗം അങ്ങിലാണ് മർഹബാ എന്റെ സ്വർഗം അങ്ങിലാണ് മർഹബാ ഹബീബേ മർഹബാ ഹബീബേ മർഹബാ ചൊല്ലേ യാ നബി സലാം അലൈക്കും മർഹബാ യാ റസൂൽ സലാം അലൈക്കും മർഹബാ യാ ഹബീബ് സലാം അലൈക്കും മർഹബാ സ്വലവാത്തുല്ലാഹി അലൈക്കും മർഹബാ സ്വലവാത്തുല്ലാഹി അലൈക്കും മർഹബാ ഉപ്പയല്ല ഉമ്മയല്ല മർഹബാ ഭാര്യ ഭർത്താവൊന്നുമല്ല മർഹബാ മക്കളില്ലാരുമല്ല മർഹബാ ഏതിനേക്കാളങ്ങിലെല്ലാം മർഹബാ എന്ത് രസമാണ് മദീന മർഹബാ എന്ത് രസമാണ് മദീന മർഹബാ എന്ത് ഹരമാണ് മദീന മർഹബാ എന്ത് ഹരമാണ് മദീന മർഹബാ എന്ത് കുളിരാണ് മദീന മർഹബാ എന്ത് കുളിരാണ് മദീന മർഹബാ എന്ത് തണുവാണ് മദീന മർഹബാ എന്ത് തണുവാണ് മദീന മർഹബാ ചൊല്ലേ യാ നബി സലാം അലൈക്കും മർഹബാ യാ റസൂൽ സലാം അലൈക്കും മർഹബാ യാ ഹബീബ് സലാം അലൈക്കും മർഹബാ സ്വലവാത്തുല്ലാഹി അലൈക്കും മർഹബാ സ്വലവാത്തുല്ലാഹി അലൈക്കും മർഹബാ മേലെ വാഹനം പൂത്ത ചന്ദ്രൻ എന്തിനാ ഭൂമിയാകെ പൂക്കളുണ്ട് എന്തിനാ ആ മദീന മാത്രം പോരെ ആ മദീന മാത്രം പോരെ
مرحبا جد الحسين مرحبا مرحبا أهلا وسهلا مرحبا أهلا وسهلا مرحبا أهلا وسهلا مرحبا أهلا وسهلا مرحبا مرحبا يا خير داعي 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 مرحبا ഞങ്ങൾ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിനെ കബൂലാക്കണേ അക്ബർ പഠിച്ചവനെ. പല മുറാദുകളാണ്, പലരും പല കൽബിൽ പല ആശ വെച്ചവരാണ്. അത് നീ കബൂലാക്കണേ അല്ലാ. ഞാൻ അന്ന് ഇങ്ങനൊരു മുറാദ് വെച്ച് പാടിയതാണ്, അത് ഇത്ര ദിവസം കൊണ്ട് എനിക്ക് ഫലമുണ്ടായി എന്ന് കമ്മിറ്റിക്കാരുടെ അത്ഭുതം പറയുന്ന അത്ഭുതം ഞങ്ങൾ നീ പ്രവർത്തിക്കണേ അല്ലാ. പഠിച്ചത് ഞങ്ങൾക്ക് ചോദിക്കാനല്ലേ കഴിയുള്ളൂ, ഞങ്ങൾ ചോദിക്കാൻ പോലും അർഹരല്ല. പക്ഷെ ഞങ്ങളെ കൽബിൽ ഞങ്ങളെ ഹബീബിന്റെ മുന്നിൽ നിന്നാണ് ഞങ്ങൾ ചോദിച്ചത്, നീ ഏറ്റെടുക്കണേ അല്ലാ. ഹബീബിന്റെ മജ്ലിസിനെ ചോദിച്ചത് നീ കബൂലാക്കണേ പടച്ചോനെ. ഞങ്ങൾ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഏറ്റെടുക്കണേ പടച്ചോനെ. ഞങ്ങൾ എന്ന് മരിച്ചാലും എവിടെ മരിച്ചാലും എപ്പോൾ മരിച്ചാലും ഹബീബ് ഞങ്ങളുടെ അടുത്തുണ്ടാവണം, മരണം തരണേ അല്ലാ. ഞങ്ങൾ മയ്യത്താണ്, ആലിമീങ്ങൾ ആരിഫീങ്ങൾ സൂഫിയാക്കൾ ഔലിയാക്കൾ പിന്നെ മയ്യത്താക്കി മാറ്റണേ അല്ലാ. ഞങ്ങൾ മയ്യത്ത് കണ്ടിട്ട് എന്ത് ചൊറുക്കാണ് മുഖം കാണാൻ, ആ നെറ്റിത്തടം കണ്ടില്ലേ, ആ കണ്ണ് നിറഞ്ഞത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ മയ്യത്തിന്റെ മുഖം കണ്ടിട്ട് അസൂയ തോന്നുന്ന മയ്യത്താക്കി മാറ്റണേ അല്ലാ. എന്നെ പെട്ടെന്നൊന്ന് കൊണ്ടുപോവോ, എന്നെ ഖബറിൽ ഹബീബ് കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഖദ്ദിമൂനി പറയുന്നത് ഞങ്ങൾ ഉൾക്കൊള്ളിക്കണേ അല്ലാ. ഞങ്ങളെ പേരിൽ എന്തെല്ലാം താങ്ങാൻ കഴിയാത്ത എന്ത് പരീക്ഷ ഉണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾ തട്ടി മാറ്റി തരണേ പടച്ചോനെ. ഞങ്ങൾ അനുഭവിച്ച വേദനകൾ, കണ്ണീര്, പ്രയാസം, ബുദ്ധിമുട്ട് അതൊക്കെ നിന്റെ അടുത്തുണ്ടാവുമല്ലോ. കുടുംബം മറന്നാലും ബന്ധപ്പെട്ടവർ മറന്നാലും മറ്റവരൊക്കെ മറന്നാലും നിന്റെ അടുത്ത് അതൊക്കെ ഉണ്ടാവുമല്ലോ പടച്ചോനെ. അതിനൊക്കെ തക്കമായ പ്രതിഫലം ഞങ്ങൾക്ക് തരുന്നറിയാം. അതിൻ്റെ ഇരട്ടി ഞങ്ങൾക്ക് ദുനിയാവിൽ നീ തരണേ അല്ലാ. ഞങ്ങളെ മാനം കെടുത്തില്ല പടച്ചോനെ. എത്ര ലക്ഷക്കണക്കിന് രൂപ കടമുണ്ടെങ്കിൽ കടമൊക്കെ വീട്ടിയിട്ട് ഞങ്ങളെ മയ്യത്തിന് ശേഷമുള്ള പരിപാലനത്തിനും കത്തപ്പേരിൽ ഓതാനും ഒക്കെ പൈസ മാറ്റിവെച്ച് മരിക്കുന്ന ആൺകുട്ടികളെ ഞങ്ങൾ പെടുത്തണേ അല്ലാ. ഈ ശബ്ദങ്ങൾക്ക് ഞങ്ങൾ സഹോദരിമാർ ഒരുപാട് പ്രയാസമുള്ളവരുണ്ടാവും, അവരൊന്നും പ്രയാസപ്പെടുത്തല്ലേ പടച്ചോനെ. എല്ലാ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എന്ത് രോഗം ഉണ്ടെങ്കിൽ നീ ഷിഫാക്കി കൊടുക്കണേ പടച്ചോനെ. ഞങ്ങളെ മക്കൾ കാരണം ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ മക്കൾ കാരണം ഞങ്ങളെ വഷളാക്കില്ല പടച്ചോനെ. ഞങ്ങൾ എന്തെങ്കിലും മോശപ്പെട്ട കേസിൽ കുടുങ്ങുക, അല്ല അബദ്ധത്തിൽ കുടുങ്ങാൻ വഴിയുണ്ടെങ്കിൽ അത് നീ തട്ടി മാറ്റി തരാണേ പടച്ചോനെ. അങ്ങനെ ഒരു കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മോചിപ്പിച്ച് കൊടുക്കണേ അല്ലാ. നിരപരാധികൾ ഒരുപാട് ജയിലിൽ കിടക്കുന്നവർ ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാവും. തെറ്റ് പറ്റിയവരാണെങ്കിൽ അവർക്ക് പുറത്തു പോയിട്ട് പെട്ടെന്ന് അവർ ജീവിതത്തിൽ തിരിച്ചു വരാനുള്ള മാർഗ്ഗം നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഏറ്റെടുക്കണേ പടച്ചോനെ. ഞങ്ങൾ അറിയാതെ പൊട്ടുപോയ പലിശ കടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് പെട്ടെന്ന് ഞങ്ങൾ സലാമത്താക്കളെ വഴികൾ തുറന്നു തരണേ അല്ലാ. അത്ഭുതകരമായ വഴികൾ തുറന്നു തരണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ. ഞങ്ങളെ വണ്ടി കൊണ്ടുവന്ന് നമ്മളെ സുഹൃത്ത് മൂപ്പരുടെ ബന്ധപ്പെട്ട ആരും മരിച്ചു എന്ന് പറഞ്ഞല്ലോ, അവർക്ക് നീ മഅഫിറത്തും റാഹത്തും സന്തോഷം പ്രദാനം ചെയ്യണം അല്ലാ. ഞങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആൾക്കാർ അവരുടെ ഹലാലായ മുറാദുകൾ ഈ സദസ്സിന്റെ ഹഖ് ബർക്കത്തും നീ സഫലീകരിക്കണം അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ദുആരിക്കണം എന്നുള്ള വസിയത്തോട് നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകിച്ച് നമ്മുടെ സൗണ്ട് സിസ്റ്റം ലൈവ് ചെയ്ത ആൾക്കാർക്ക് അല്ലാഹു തആല റഹ്മത്തും ബർക്കത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. നല്ല സൗണ്ടാണ്, അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ബിഹഖി മുഹമ്മദിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.